കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ക്രിസ്റ്റി അവൾക്കുള്ള ചായയുമായിട്ട് വന്നു. ഇപ്പം എങ്ങനെയുണ്ട് സാറോ, ഹോസ്പിറ്റലിൽ പോണോ? അവൻ സംശയത്തോട് ചോദിച്ചു. അവൾ ചായക്കപ്പ് വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വേണ്ടെന്ന് മൂളി. പിന്നെന്താ വേണ്ടത് നിനക്ക്? അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് വിശക്കുന്നു, അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടെ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ തലയാട്ടി. നീ ചായ കുടിച്ചിട്ട് കിടന്നോ, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. അവൻ മുറി കടന്ന് വീണ്ടും പോയതും അവൾ വിജയീഭാവത്തോടെ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഇന്നു മുതൽ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനിരുന്നതല്ലേ, തന്നെ അങ്ങോട്ട് പണിയെടുക്കു ദുഷ്ട. അവൾ മുഖം കൊട്ടി കാണിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. സെറ സെറ, അവൻ തട്ടി വിളിച്ചു. പോയി പണിയെടുക്കുകാല, ഞാനൊന്ന് ഉറങ്ങട്ടെ. അവൾ പറഞ്ഞതും അവൻ നെറ്റി ചുളിച്ചു. സെറ ഡി, അവൻ കുറച്ച് ഒച്ചത്തിൽ വീണ്ടും തട്ടി വിളിച്ചു. എന്താ എന്താ, സുനാമിയാണോ? അവൾ ചുറ്റിനു നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. സുനാമിയും കൊടുങ്കാറ്റൊന്നും അല്ല, ഞാനാ, വാ കഴിക്കാം. നീയല്ലേ പറഞ്ഞത് വിശക്കുന്നെന്ന്? അവൻ വീണ്ടും പറഞ്ഞു. ഇപ്പം വിശക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അവൾ വീണ്ടും പറഞ്ഞു. നീയല്ലേ വിശക്കുന്നെന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ലേ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. വന്ന് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് എന്താ, ചീത്തയൊന്നും പോവില്ലല്ലോ. അവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. എനിക്കിപ്പോൾ വേണ്ട. അല്ല, ഞാൻ ആദ്യം വിളിച്ചപ്പോൾ പോയി പണിയെടുക്ക് കാലാന്ന് പറയുന്നത് കേട്ടല്ലോ, അതാരോടായിരുന്നു? അവൻ പുരികം പൊക്കി സംശയത്തോട് ചോദിച്ചപ്പോഴാണ് അവൾ അത് ആലോചിച്ചത്. ഞാൻ ആണോ? അങ്ങനെ പറഞ്ഞോ? അവൾ സംശയത്തോട് ചോദിച്ചു. പറഞ്ഞു. അവൻ കടുപ്പിച്ചു പറഞ്ഞു. ഓർമ്മയില്ല, ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും. അവൾ ദയനീയമായി അവനെ നോക്കി. ഞാൻ കിടന്നോട്ടെ പ്ലീസ്. അവൾ മുഖം ചുളുക്കിയതും അവൻ തലയാട്ടി. അവൻ മുറിയിൽ നിന്നും പോയതും അവൾ നെഞ്ചിൽ കൈവച്ചു. രക്ഷപ്പെട്ടു. ഇപ്പം എല്ലാം തവിടുപൊടിയായനെ. കാപാലികന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, സേറക്കൊച്ചിനോട് പ്രേമമൊക്കെ ഉണ്ട്, അവൾ സ്വയം പറഞ്ഞു. പിന്നെന്തോ ഓർത്തതുപോലെ അവൾ ഫോണെടുത്ത് ആർക്കും മെസ്സേജ് അയച്ചു. ശേഷം മുഖത്തുകൂടി പുതപ്പിട്ട് തിരിഞ്ഞു കിടന്നു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന അവൻ്റെ ഫോണിൽ മെസ്സേജിൻ്റെ ടോൺ വന്നതും അവൻ അത് എടുത്തു നോക്കി. എനിക്ക് പനിയാണെന്ന് കരുതി ആ ഐസ്ക്രീം എടുത്ത് കഴിച്ചാൽ നോക്കിക്കോ. എനിക്ക് പനി മാറുമ്പോൾ കഴിക്കാനുള്ളതാ അത്, നോട്ട് ദാറ്റ് പോയിന്റ്. പനി മാറുമ്പോൾ എനിക്ക് കഴിക്കാൻ. അവളുടെ മെസ്സേജ് കണ്ടതും അവന് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചിട്ട് വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞതും ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് ക്രിസ്റ്റി ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്ന മിത്ര അവനെ നോക്കി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. എന്താ? ക്രിസ്റ്റി അവളെ നോക്കി പുരികം പൊക്കി. സേറ, അവൻ്റെ മുഖം കണ്ട് അവൾ പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. അകത്തുണ്ട്, എന്താ കാര്യം? അവൻ സംശയത്തോട് ചോദിച്ചു. ചുമ്മാ കുറച്ച് വർത്താനം പറയാൻ. എന്താ എത്ര പറയാനുള്ളത്? ഇന്നലെ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? ഇങ്ങേരെന്തുവാ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നത് പോലെ ജയിലിൽ കിടന്നിങ്ങേരി പോലീസായോ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്താ നിന്ന് ആലോചിക്കുന്നത്? അവളുടെ നിൽപ്പ് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. അത് വെറുതെ, അവൾ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ പോവല്ലോ, ചേട്ടൻ അറിയില്ലേ? അവൾ ചോദിച്ചു. പണ്ട് അങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്കറിയണ്ട. ഇനി മുതൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് കയറി വരണമെന്നില്ല. അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ തലയാട്ടി. പറഞ്ഞത് കേട്ടോ? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. കേട്ടു. അവനൊന്ന് അമർത്തി മൂളി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പോയി കണ്ടോ, അവൾക്ക് പനിയാ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അങ്ങേരുടെ ഒരു ജാടേ പത്രാസം. അവളെ കെട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ജാട കാണിക്കണോ? ചുമ്മാതല്ല അവൾ നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഒന്ന് നിന്നേ. അവൾ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ പുറകിൽ നിന്നും വിളിച്ചു. എന്താ ചേട്ടാ? അവൾ സർവ്വ നിഷ്കളങ്കതയും മുഖത്ത് വാരി വിതറി സൗമ്യമായി അവനോട് ചോദിച്ചു. അവൾക്ക് പനിയാ, ഒരുപാടൊന്നും സംസാരിപ്പിക്കേണ്ട, ജലദോഷവും തുമ്മലുമാണ്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾക്ക് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പനിയാണോ മണ്ട? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയതും അവനും അടുക്കളയിലേക്ക് തിരിഞ്ഞു. ആരോ വരുന്നത് പോലെ തോന്നിയതും മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് മൊബൈൽ മാറ്റിവെച്ചിട്ട് തലവഴി പുതപ്പിട്ട് കിടന്നു. എടി മതി നിന്റെ അഭിനയം, ഇത് ഞാനാ. മിത്ര അവളുടെ അടുത്തേക്ക് ചെന്ന് ഇടുപ്പിൽ കൈയൂന്നി നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ പുതപ്പിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. നീയായിരുന്നോ? ഞാൻ കരുതിയ കടുവയായിരിക്കുമെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് തോന്നി, അതുകൊണ്ടല്ലേ നിന്റെ അഭിനയം നിർത്താൻ ഞാൻ പറഞ്ഞത്. മിത്ര പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു. എടി, അങ്ങേരെ അടുക്കളയിൽ കയറി നിനക്ക് വല്ല വിമ്മും കലക്കി തരുവോ? മിത്ര സംശയത്തോട് ചോദിച്ചു. തരുവോ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഒന്നും പറയാൻ പറ്റൂല മോളെ, അത് ക്രിസ്റ്റിയാ. നിന്റെ ഈ കോപ്രായങ്ങൾ അഭിനയാണെന്ന് അങ്ങേര് അറിഞ്ഞാൽ അതല്ല അതിനപ്പുറം അങ്ങേര് ചെയ്യും. ഉണ്ട്, സൂക്ഷിച്ചും കണ്ടും വേണം നീ നിൽക്കാൻ. ഇല്ലെങ്കിൽ റൊമാൻസ് കാണിക്കുന്നത് പോലെ ഈസി അല്ല വയറിളക്കം. നീ താങ്ങൂല മോളെ. അവൾ പറയുന്നത് കേട്ട് സേറ നഖം കടി. അല്ല, ഇതെന്താടി നിന്റെ കഴുത്തിൽ ചുവന്ന് കിടക്കുന്നേ? എന്തെങ്കിലും കടിച്ചോ? സേറ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ചുവന്ന പാടിൽ വിരലുകൾ കൊണ്ട് തഴുകി പറഞ്ഞു. അത് ആ കടുവയുടെ ആക്രാന്തവും ആവേശമൊക്കെ തീർത്തതാ കശ്മലൻ. അവിടെ മാത്രമല്ല, പലയിടത്തും അങ്ങേരുടെ ആ പല്ലിൻ്റെ മുദ്ര ചാർത്തി തന്നിട്ടുണ്ട്.
വേറെ എവിടെയൊക്കെ ഉണ്ടെടി? ഞാൻ കരുതി കിസ്സിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇതും ഉണ്ടായിരുന്നോ? എടി, ഇതിന്റെ പേരാണ് ഹിക്കി. വേറെ എവിടെയൊക്കെ തന്നു? മിത്ര എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു. ആ, ഹിക്കി ആണേലും പക്കി ആണേലും കൊള്ളാം. വേദനിച്ചത് എനിക്കാണല്ലോ. കടിച്ചെടുത്തെല്ലാം അങ്ങേര് ഉമ്മ തന്നതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. എടി സേറ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ പറ പെണ്ണേ, നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോടി? സേറ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതുണ്ടല്ലോ. പിന്നെ മുകളിലോട്ട് ഫുള്ള് നേക്കഡായിരുന്നോ നീ? മിത്ര സംശയത്തോടെ ചോദിച്ചു. ഹാ, അവളൊന്ന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു. ശരിക്കും? ഒരു തുണി പോലും? മിത്ര വീണ്ടും ചോദിച്ചു. അത് കേട്ടത് സേറ അവളെ കൂർപ്പിച്ചു നോക്കി. അല്ല, അറിയാനൊരു ആകാംക്ഷ. മിത്ര നഖം കടിച്ചു. നിന്നോട് ഞാൻ സ്പഷ്ടമായിട്ടല്ലേ പറഞ്ഞത് മുകളിലോട്ട് എൻ്റെ എല്ലാം കണ്ടെന്ന്? വിളിച്ചതുകൊണ്ട് സസ്പെൻസ് പൊളിഞ്ഞില്ല. അവൾ പറഞ്ഞു. അപ്പോ നീ ചേട്ടൻ്റെയും? മിത്ര സംശയത്തോട് ചോദിച്ചു. ഭാ, അതൊരു ഒന്നൊന്നര ആട്ടലായിരുന്നു. താങ്ക്സ്, മിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങേര് മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നൊരു പട്ടി. മനഃപൂർവ്വം എന്നെ അതിൽ കയറ്റാൻ വേണ്ടി അങ്ങേര് ഇറങ്ങി വരാഞ്ഞതാ. അല്ലാതെ തുണിയില്ലാതെ നിൽക്കുമല്ലായിരുന്നു അങ്ങേര്. അവൾ പറഞ്ഞത് മിത്ര ചിരിച്ചു. നോക്കിക്കോ, ഞാനും അങ്ങേരുടെ ഒരു ദിവസം വലിച്ചൂരും. എന്ത്? മിത്ര ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. മുണ്ട് അല്ല എന്താ? എന്നിട്ട് അങ്ങേരി സേറയുടെ മുമ്പിൽ ഉടുമുണ്ടിന് വേണ്ടി കെഞ്ചും. അപ്പം ഞാൻ അങ്ങേരുടെ മുമ്പിൽ ഡിസ്കോ ഡാൻസ് കളിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് ഡാൻസ്? മിത്ര സംശയത്തോടെ ചോദിച്ചു. ഡിസ്കോ ഡാൻസ് നിനക്ക് കാണണോ? അവൾ കൈ ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു. ആഹാ, കാണണ്ട, മിത്ര മറുപടി പറഞ്ഞു. അല്ല, നീ കാണണം, ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതും പറഞ്ഞ് അവൾ ഫോണിൽ ഡിയോ ഡിയോ സോങ് പ്ലേ ചെയ്തു. പിന്നെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ കിടന്ന പുതപ്പെടുത്ത് വീശി ഡാൻസ് കളിക്കാൻ തുടങ്ങി. എടി മതി, അങ്ങേര് കണ്ടോണ്ട് വന്നാൽ തീർന്നു, മിത്ര അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. പിന്നെ അങ്ങേര് അവിടെ പിടിപ്പത് പണിയിലായിരിക്കും, ഇങ്ങോട്ടൊന്നും വരില്ല. പ്രത്യേകിച്ച് നീയുള്ളതുകൊണ്ട് ഒട്ടും വരില്ല. സേറമോൾക്ക് ചോറും കറിയൊക്കെ വെക്കുക. പാവം, രാവിലെ എനിക്ക് വേണ്ടി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ കഴിച്ചില്ല, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് എന്നെ കഴിപ്പിക്കാൻ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഛർദ്ദിക്കുന്നത് പോലെ അഭിനയിക്കും. എനിക്ക് ഉപ്പുമാവ് വേണ്ട, കഞ്ഞി വേണമെന്ന് ഞാൻ പറയും. അതേപോലെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എന്നെ വിളിക്കുന്നു. അപ്പം എനിക്ക് ചോറ് വേണ്ട, ബിരിയാണി കഴിക്കാൻ തോന്നുമെന്ന് പറയും. അപ്പം കടുവ അടുക്കളയിൽ കഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വിഫലമാക്കിക്കൊണ്ട് പുറത്തുനിന്നും ബിരിയാണി വാങ്ങിപ്പിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എനിക്കിന്ന് തരാനിരുന്ന പണിയെല്ലാം കടുവ ചെയ്യും, ഞാൻ ചെയ്യിപ്പിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സെറ, നിന്റെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് പേടിയാകുക. അവസാനം ഇതെല്ലാം നിനക്ക് തിരിച്ചടിയാകുമോ എന്നാ എൻ്റെ പേടി. അവൾ പേടിയോട് ചോദിച്ചു. നീ പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസം ഈ സേറയുടെ ദിവസമാണ്. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പിന്നെയും പാട്ട് ഓൺ ചെയ്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. മിത്രയുടെ കയ്യിൽ പിടിച്ചവൾ കറങ്ങി. എന്നാൽ വെളിയിൽ നിന്നും ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അവനെ അവർ രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നില്ല. എടി മിത്രേ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ഡാൻസും തുള്ളലും കഴിഞ്ഞതും അവൾ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എന്താടി? മിത്ര സംശയത്തോട് ചോദിച്ചു. നീ പതിയെ അടുക്കളയിൽ പോയി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് അതിലിരിക്കുന്ന ഐസ്ക്രീം ബോക്സ് ഇങ്ങനെ എടുത്തിട്ട് വാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? എനിക്ക് വയ്യ. ചേട്ടൻ്റെ അടുത്ത് നിന്ന് തപ്പിക്കൊണ്ട് വരാനോ? നോ, എനിക്ക് പറ്റില്ല. നീ നിന്റെ പണി നോക്ക് സേറാ. മിത്ര അവളെ വിലക്കി. എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കണം, ദാഹിക്കുന്നെങ്കിൽ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എനിക്ക് ഐസ്ക്രീം മതി, പ്ലീസ് ഡി, ഒന്നെടുത്തിട്ട് വാ. അവൾ വീണ്ടും കെഞ്ചി. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് എടുക്കാൻ പോകുന്നില്ല. മിത്ര തറ തട്ടേ പറഞ്ഞു. എങ്കിൽ നീ പോകണ്ട, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഇടി വെറുതെ റിസ്ക് എടുക്കണ്ട, പണി കിട്ടുവേ. മിത്ര പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും സേറ അതൊന്നും കേൾക്കാതെ അടുക്കളയിലേക്ക് നടന്നു. ദൈവമേ, ഇനി എന്താവോ എന്തോ, മിത്ര സ്വയം പറഞ്ഞിട്ട് ഫോണും നോക്കിയിരുന്നു. അവൾ അടുക്കളയിൽ ചെന്നപ്പോൾ ക്രിസ്റ്റി പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം. അവൾ പതിയെ നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഉപ്പുമാവ് എടുത്ത് കഴിക്ക് സെറ. അവളെ കണ്ടതും അവൻ ഉപ്പുമാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഉപ്പുമാവ് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് കഞ്ഞി മതി. അവളുടെ അടവ് പുറത്തെടുത്തു. ഇപ്പം കഞ്ഞി ഉണ്ടാക്കിയിട്ടാണ്, ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി തരാം, ഇപ്പം അതെടുത്ത് കഴിക്കാൻ നോക്ക്. അവൻ വീണ്ടും പറഞ്ഞു. ഉച്ചയ്ക്ക് കഞ്ഞിയല്ല പൊട്ടാ, ബിരിയാണി. അവൾ മനസ്സിൽ ചിന്തിച്ചു. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇതെടുത്ത് കഴിക്ക്. അവൻ അവളെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട. അവൾ പറഞ്ഞതും പിന്നെ ഒന്നും അവൻ മിണ്ടാൻ പോയില്ല. അവൻ തിരിഞ്ഞു നിന്ന് പച്ചക്കറി അരിയാൻ തുടങ്ങി. അവൾ പതിയെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ ഫ്രീസർ പതുക്കെ അവനെ സൗണ്ട് കേൾപ്പിക്കാതെ തുറന്നു. അതിൽ നിന്നും ഐസ്ക്രീം ബോക്സ് എടുത്ത് അവൾ വിജയിച്ചതുപോലെ പോകാൻ തുടങ്ങിയതും ഇടുപ്പിൽ കൂടി ചുറ്റി വരിഞ്ഞ ആ കൈകൾ അവളെ എടുത്ത് സ്ലാബിൻ്റെ പുറത്ത് ഇരുത്തിയിരുന്നു. പോയിട്ട് കുറേ നേരമായിട്ടും സേറയെ കാണാഞ്ഞതും മിത്ര ഫോൺ കട്ടിലിൽ വെച്ചിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ വായും തുറന്ന് നിന്നുപോയി. മിത്ര രണ്ട് കണ്ണും തള്ളി വായും തുറന്ന് ആ കാഴ്ച നോക്കി നിന്നു. ക്രിസ്റ്റി ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. സേറ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് ഇരു കൈകളും അവൻ്റെ ഡ്രസ്സിൻ്റെ പുറത്ത് അമർത്തി പിടിച്ച് അതിൽ ലയിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയാൽ മിത്ര എന്തിനാണ് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും.
അതായത് ക്രിസ്റ്റി ഐസ്ക്രീം കുടിക്കുന്നത് സേറയുടെ കഴുത്തിലാണ്. അവൻ അവളെ എടുത്തുകൊണ്ട് പോകാനിരുന്ന ഐസ്ക്രീം കൈകളിൽ എടുത്തിട്ട് അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അവളുടെ ഇരു ഷോൾഡറിൽ നിന്നും കുറച്ച് താഴ്ത്തി വെച്ചിട്ട് അവളുടെ മുഖത്തും കഴുത്തിലും മറ്റും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഐസ്ക്രീം. ഇവിടെ നിന്നും അവൻ അവൻ്റെ നാവുകൾ കൊണ്ട് നുണഞ്ഞു കഴിക്കുകയാണ്. സേറ അതിൽ ലയിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. ബോധം വന്ന മിത്ര പെട്ടെന്ന് തിരിഞ്ഞു മുറിയിലേക്ക് ഓടി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും എന്തോ പോയ അണ്ണാനെ പോലെ മിത്രയുടെ അടുത്തേക്ക് ചെന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? മിത്ര ഒന്നും അറിയാത്തതുപോലെ സംശയത്തോട് ചോദിച്ചു. അത് ഞാൻ പിന്നെ അവൾ തപ്പിത്തടയാൻ തുടങ്ങി. നീ എന്താ ഈ എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കുന്നേ? നീ എവിടെയായിരുന്നു? പറയ്, എവിടെ ഐസ്ക്രീം? അവൾ പുരികം പൊക്കി സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ കുടിച്ചു. അവൾ പറഞ്ഞത് മിത്ര നെറ്റി ചുളിച്ചു. നീയോ? നീ കുടിച്ചോ ഐസ്ക്രീം? എവിടെ വെച്ച്? അവൾ മാറിൽ കൈകൾ കെട്ടി സംശയത്തോട് ചോദിച്ചു. നീ എന്തിങ്ങനെ ചോദ്യം ചെയ്യുന്നേ? മിത്രയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു. നീ ഇങ്ങോട്ട് നോക്കിക്കേ, നിനക്ക് എന്താ ഒരു അവലക്ഷണം? എന്തേ, നിന്റെ ക്രിസ്റ്റിച്ചായനാണോ കുടിച്ചത് ഐസ്ക്രീം? അവൾ സംശയത്തോട് ചോദിച്ചു. അത് കേട്ട് മിത്ര ഞെട്ടിപ്പോയി. എന്താ? അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ക്രിസ്റ്റിച്ചായനാണോ ഐസ്ക്രീം കുടിച്ചതെന്ന് അവൾ പുരികം പൊക്കി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവൾ തലകുലുക്കി. ഞാൻ കണ്ടിരുന്നു. മിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ മിത്രയെ നോക്കി. നിന്നെ കാണാതിരുന്നപ്പോൾ ഞാൻ നിന്നെ നോക്കി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ കണ്ടു നിന്റെ ക്രിസ്റ്റിച്ചായൻ ആസ്വദിച്ച് ഐസ്ക്രീം കുടിക്കുന്നതും അത് നീ ആസ്വദിച്ചിരിക്കുന്നതും. അവൾ പറഞ്ഞതും സേറ നഖം കടിച്ചു. തെണ്ടി, നാണം കെടുത്തി. അവൾ പിറുപിറുത്തു. ആരൊക്കെയോ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഇവിടുന്ന് പോയിരുന്നു. എന്തോ ചെയ്യുമെന്നോ എന്തോ കൊണ്ടുവരുമെന്നോ ഡാൻസ് കളിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ. അവസാനം പവനായി ശവമായി. അവൾ ചിരിച്ചുകൊണ്ട് സേറയെ കളിയാക്കി. പോവാറായില്ലേ? നിന്റെ കിസ്റ്റിച്ചായൻ പണിയെടുക്കുന്നത് നീ കണ്ടില്ലേ? അത് കാണാനല്ലേ നീ വന്നത്? എങ്കിൽ പിന്നെ പൊയ്ക്കൂടെ? സേറ കപടദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പം അങ്ങനെയായോ? നീ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്? എന്നിട്ടിപ്പോൾ എന്നോട് പോവാൻ പറയുന്നത് നീ തന്നെ. മിത്ര പിണക്കം നടിച്ചു. അത് കണ്ടതും സേറയ്ക്ക് വിഷമമായി. സോറി മിത്ര, ഞാൻ സേറ എന്ത് പറയണമെന്നറിയാതെയിരുന്നു.